ഒന്ന് മക്കബായർ 11-ാം അധ്യായം. അലക്സാണ്ടറിൻ്റെ പതനം. ഈജിപ്ത് രാജാവ് കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യം പടയാളികളെ ശേഖരിച്ചു. അനേകം കപ്പലുകൾ ഒരുക്കി. തന്ത്രപൂർവം അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തട്ടിയെടുത്ത് തൻ്റേതിനോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു. സമാധാന വചസ്സുകളുമായി അവൻ സിറിയയിലേക്ക് പുറപ്പെട്ടു. അലക്സാണ്ടർ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് ശ്വശുരനെ സ്വീകരിക്കാൻ കവാടങ്ങൾ തുറന്ന് ജനങ്ങൾ നഗരങ്ങളിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ടോളമി ഓരോ കാവൽ സേനയെ നിർത്തി. അവൻ അസോത്തൂസിനെ സമീപിച്ചപ്പോൾ അഗ്നിക്കിരയായ ദാഗോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസോത്തൂസും ഉപനഗരങ്ങളും ചിതറിക്കിടക്കുന്ന ശരീരങ്ങളും ജൊനാഥാൻ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജഡങ്ങളും അവന് കാണിച്ചു കൊടുത്തു. അവൻ പോകേണ്ട വഴിയിൽ ശവശരീരങ്ങൾ കുന്നുകൂടിയിരുന്നു. ജൊനാഥാനിൽ കുറ്റമാരോപിക്കേണ്ടതിന് അവൻ്റെ ചെയ്തികളെല്ലാം അവർ രാജാവിനോട് വിവരിച്ചു. രാജാവ് മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ജോപ്പായിൽ വെച്ച് രാജോചിതമായ സ്വീകരണങ്ങൾ നൽകി ജൊനാഥാൻ രാജാവിനെ സ്വീകരിച്ചു. അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും അന്നു രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. എലവത്തെരൂസ് നദി വരെ രാജാവിനെ അനുയാത്ര ചെയ്തതിനു ശേഷം ജൊനാഥാൻ ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നു. സെലൂക്യ വരെയുള്ള സമുദ്രതീര നഗരങ്ങളുടെ ഭരണാധികാരം ടോളമി രാജാവിന് ലഭിച്ചു. അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു. ദൂതന്മാർ വഴി അവൻ ദമത്രിയൂസ് രാജാവിനെ ഇപ്രകാരം അറിയിച്ചു: നമുക്ക് ഒരു ഉടമ്പടി ചെയ്യാം. അലക്സാണ്ടറിന് ഭാര്യയായി നൽകിയ എൻ്റെ മകളെ നിനക്കു ഞാൻ വിവാഹം ചെയ്തു തരാം. നിനക്ക് നിൻ്റെ പിതാവിൻ്റെ സാമ്രാജ്യത്തിന്മേൽ ഭരണം നടത്തുകയുമാകാം. എൻ്റെ മകളെ അവന് ഭാര്യയായി നൽകിയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചു. അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ ടോളമി അവനെതിരെ കുറ്റാരോപണം നടത്തി. തൻ്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ ദമത്രിയൂസിന് നൽകി. അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപെടുത്തി. അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായി. ടോളമി അന്ത്യോക്യയിൽ പ്രവേശിച്ച് ഏഷ്യയുടെ കിരീടമണിഞ്ഞു. അങ്ങനെ അവൻ 2 രാജ്യങ്ങളുടെ, ഈജിപ്തിൻ്റെയും ഏഷ്യയുടെയും അധിപനായി. ആ സമയം കിലിക്യായിലുള്ള ജനങ്ങൾ ഒരു വിപ്ലവത്തിന് ഒരുമ്പെട്ടതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ടോളമിക്കെതിരെ പുറപ്പെട്ടു. ടോളമി അതിശക്തമായ ഒരു സൈന്യത്തോടെ വന്ന് അവനെ തോൽപ്പിച്ചോടിച്ചു. പലായനം ചെയ്ത അലക്സാണ്ടർ അറേബ്യയിൽ അഭയം പ്രാപിച്ചു. ടോളമി രാജാവ് അങ്ങനെ വിജയിയായി. അറേബ്യനായ സബ്ദിയേൽ അലക്സാണ്ടറിൻ്റെ ശിരസ് ഛേദിച്ച് ടോളമിക്ക് അയച്ചു കൊടുത്തു. എന്നാൽ 3 ദിവസങ്ങൾക്കു ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു. കോട്ടകളിലുണ്ടായിരുന്ന അവൻ്റെ സേന മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 167-ാം ആണ്ടിൽ ദമത്രിയൂസ് രാജാവായി. ജൊനാഥാനും ദമത്രിയൂസും തമ്മിൽ സഖ്യം. ജെറുസലേമിലുള്ള കോട്ട പിടിച്ചടക്കുന്നതിനു വേണ്ടി യൂദയായിലുള്ള ജനങ്ങളെ മുഴുവൻ ജൊനാഥാൻ വിളിച്ചുകൂട്ടി. അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധോപകരണങ്ങളും അവൻ നിർമ്മിച്ചു. സ്വന്തം ജനത്തെ തന്നെ വെറുത്തിരുന്ന ചില അധർമ്മികൾ ചെന്ന് ജൊനാഥാൻ വലിയൊരു സൈന്യസന്നാഹത്തോടെ കോട്ട ആക്രമിക്കുന്ന വിവരം രാജാവിനെ ധരിപ്പിച്ചു. ഇതു കേട്ട് അവൻ രോഷാകുലനായി. ഉടനെ തന്നെ ടോളമായിസിലേക്ക് വന്നു. ദുർഗാക്രമണം തുടരരുതെന്നും സംഭാഷണത്തിനായി എത്രയും വേഗം ടോളമായിസിൽ വന്ന് തന്നെ കാണണമെന്നും ജൊനാഥാന് എഴുതി. ഇതറിഞ്ഞപ്പോൾ ദുർഗാക്രമണം തുടരാനാണ് ജൊനാഥാൻ ആജ്ഞാപിച്ചത്. ഇസ്രായേലിലെ ഏതാനും പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും തെരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു. സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റു നിരവധി സമ്മാനങ്ങളുമായി അവൻ ടോളമായിസിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. അവൻ രാജപ്രീതിക്ക് പാത്രമായി. സ്വജനത്തിൽപ്പെട്ട ചില അധർമ്മികൾ അവനെതിരെ പരാതി പറഞ്ഞു. എങ്കിലും രാജാവ് തൻ്റെ മുൻഗാമികളെ പോലെ തന്നെ അവനോട് വർത്തിക്കുകയും സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അവനെ ആദരിക്കുകയും ചെയ്തു. രാജാവ് അവൻ്റെ പ്രധാന പുരോഹിത സ്ഥാനവും മുമ്പുണ്ടായിരുന്ന മറ്റു ബഹുമതികളും സ്ഥിരീകരിക്കുകയും
അവനെ തൻ്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു. യൂദയായെയും സമരിയായിലെ 3 പ്രവിശ്യകളെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ ജോനാഥാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. പകരം 300 താലന്ത് അവൻ വാഗ്ദാനം ചെയ്തു. രാജാവ് അത് സമ്മതിച്ചു. അതിനെക്കുറിച്ച് രാജാവ് ജോനാഥാൻ എഴുതിയതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: സഹോദരനായ ജോനാഥാനും യഹൂദ ജനതയ്ക്കും ദമത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനം. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസ്തനസിന് ഞാൻ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടതിന് അതിൻ്റെ പകർപ്പ് നിങ്ങൾക്കും അയക്കുന്നു. പിതാവായ ലാസ്തനസിന് ദമത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനം. ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവരുമായ യഹൂദജനത്തിന് അവർ കാണിച്ച സന്മനസ്സിനെ പ്രതി നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. യൂദയായും സമരിയായിൽ നിന്ന് യൂദയായോടെ ചേർക്കപ്പെട്ട അഫൈറേമ, ലിദ്ദ, റദാമിൻ എന്നീ പ്രവിശ്യകളും അവയുടെ പ്രാന്തപ്രദേശങ്ങളും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീർപ്പു കൽപ്പിക്കുന്നു. ജെറുസലേമിൽ ബലിയർപ്പിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്നും വൃക്ഷഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ നികുതി ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ദശാംശം, കപ്പം, ഉപ്പളങ്ങളിൽ മേലുള്ള ഭോഗങ്ങൾ, കിരീട നികുതി എന്നീ ഇനങ്ങളിൽ ഞങ്ങൾക്കു ലഭിക്കേണ്ട വിഹിതവും ഞങ്ങൾ ഇളവ് ചെയ്യുന്നു. ഈ ആനുകൂല്യങ്ങളിൽ ഒന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല. അതിനാൽ ഇതിൻ്റെ ഒരു പകർപ്പെടുക്കാൻ ശ്രദ്ധിക്കുക. അത് ജോനാഥാന് നൽകുകയും അവൻ വിശുദ്ധഗിരിയിൽ ശ്രദ്ധേയമായ ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ. തൻ്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ട് ദമത്രിയൂസ് രാജാവ് വിജാതീയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശീയ സേനയൊഴികെ മറ്റു സേനാവിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് പിരിച്ചയച്ചു. തന്മൂലം അവൻ്റെ പിതാക്കന്മാരെ സേവിച്ചു പോന്ന പടയാളികൾ അവനെ വെറുത്തു. മുൻകാലത്ത് അലക്സാണ്ടറിനെ തുണച്ചിരുന്ന ഒരുവനാണ് ട്രിഫോ. സൈന്യം മുഴുവൻ ദമത്രിയൂസിനെതിരെ പിറുപിറുക്കുന്നു എന്നു കണ്ട് അവൻ അലക്സാണ്ടറിൻ്റെ കൊച്ചുമകൻ അന്തിയോക്കസിനെ വളർത്തിയിരുന്ന അറബിയായ ഇമാൽക്കുവേയുടെ അടുത്തു ചെന്നു. പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്തിയോക്കസിനെ വിട്ടുതരണമെന്ന് ട്രിഫോ നിർബന്ധിച്ചു. ദമത്രിയൂസിൻ്റെ ചെയ്തികളെക്കുറിച്ചും അവനെ സ്വന്തം സേനകൾ വെറുക്കുന്നതിനെക്കുറിച്ചും ഇമാൽക്കുവേയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. കുറേ ദിവസം അവൻ അവിടെ താമസിക്കുകയും ചെയ്തു. ജെറുസലേം കോട്ടയിലും മറ്റു ശക്തിദുർഗങ്ങളിലും ഉള്ള സേനാനികളെ ഇസ്രായേലിനെതിരെ പടപൊരുതുക, കാരണം അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോനാഥാൻ ദമത്രിയൂസ് രാജാവിന് അഭ്യർത്ഥന അയച്ചു. ദമത്രിയൂസ് ജോനാഥാന് ഈ സന്ദേശം അയച്ചു: നിനക്കും ജനത്തിനു വേണ്ടി ഇത് ചെയ്യുക. മാത്രമല്ല, സന്ദർഭമുണ്ടായാൽ വലിയ ബഹുമതികൾ നൽകുവാനും ഞാൻ തയ്യാറാണ്. സേനകൾ എന്നോട് വിധേയത്വം പുലർത്തായികയാൽ എന്നെ സഹായിക്കാൻ കുറേ പേരെ അയച്ചു തന്നാൽ കൊള്ളാം. അതനുസരിച്ച് 3000-ഓളം വീരയോദ്ധാക്കളെ ജോനാഥാൻ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവർ അടുക്കലെത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യധികമായി സന്തോഷിച്ചു. രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ 120,000-ഓളം വരുന്ന നഗരവാസികൾ നഗരത്തിൽ ഒന്നിച്ചുകൂടി. രാജാവ് കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. നഗരത്തിലെ പ്രധാന നിരത്തുകൾ കയ്യേറി. നഗരവാസികൾ യുദ്ധം തുടങ്ങി. രാജാവ് യഹൂദരെ സഹായത്തിനു വിളിച്ചു. അവർ ഓടിയെത്തി നഗരത്തിലെങ്ങും നിരന്നു. 100,000-ഓളം പേരെ അന്നു തന്നെ കൊന്നൊടുക്കി. അവർ നഗരത്തെ അഗ്നിക്കിരയാക്കി. ധാരാളം കൊള്ളവസ്തുക്കൾ കൈക്കലാക്കി. അങ്ങനെ രാജാവിനെ രക്ഷിച്ചു. യഹൂദർ നഗരം കൈയടക്കുകയും യഥേഷ്ടം അതിന്മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നതുകണ്ട് നഗരവാസികൾ അസ്തധൈര്യരായി. രാജസന്നിധിയിൽ ഇങ്ങനെ കേണപേക്ഷിച്ചു: ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങൾക്കും നഗരത്തിനുമെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് യഹൂദരെ പിന്തിരിപ്പിക്കണമേ. അവർ ആയുധം ഉപേക്ഷിച്ച് സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടു. രാജാവിൻ്റെയും ജനത്തിൻ്റെയും മുൻപിൽ യഹൂദർ ഏറെ ബഹുമാനിതരായി. ധാരാളം കൊള്ളവസ്തുക്കളുമായി അവർ ജെറുസലേമിലേക്ക് മടങ്ങി.
ദമത്രിയൂസ് രാജാവ് സിംഹാസനത്തിൽ തുടർന്നു. അവൻ്റെ ഭരണത്തിൻ കീഴിൽ ദേശത്ത് സമാധാനം നിലനിന്നു. ദമത്രിയൂസിനെതിരെ എന്നാൽ അവൻ തൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു, ജൊനാഥാനിൽ നിന്ന് അകന്നു. ജൊനാഥാൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു. ബാലനായ അന്തിയോക്കസുമായി ട്രിഫോ തിരിച്ചെത്തി. അന്തിയോക്കസ് കിരീടം ധരിച്ച് ഭരണം ആരംഭിച്ചു. ദമത്രിയൂസ് പിരിച്ചുവിട്ട സേനകൾ അവൻ്റെ പക്ഷം ചേർന്നു. ദമത്രിയൂസിനെതിരെ പൊരുതി. ദമത്രിയൂസ് പരാജിതനായി പലായനം ചെയ്തു. ട്രിഫോ ആനകളെ കൈവശപ്പെടുത്തുകയും അന്ത്യോക്യ തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. യുവരാജാവായ അന്തിയോക്കസ് ജൊനാഥാന് ഈ വിധം എഴുതി: പ്രധാന പുരോഹിതനായി ഞാൻ നിന്നെ സ്ഥിരീകരിക്കുകയും 4 പ്രവിശ്യകളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും രാജമിത്രങ്ങളിൽ ഒരാളായി നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു. രാജാവ് അവനൊരു സ്വർണ്ണത്തളികയും മറ്റു ഭോജനോപകരണങ്ങളും കൊടുത്തയച്ചു. സുവർണ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യാനും രാജവസ്ത്രവും സ്വർണ്ണക്കൊളുത്തും ധരിക്കാനുമുള്ള അവകാശവും നൽകി. ജൊനാഥാൻ്റെ സഹോദരനായ ശിമയോനെ ടൈറിലെ ലാദർ മുതൽ ഈജിപ്തിൻ്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു. ജൊനാഥാൻ പുറപ്പെട്ട് നദിക്കക്കരെയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു. സിറിയ സൈന്യം അവനോട് സഖ്യം ചേർന്നു. അസ്കലോണിലെത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവൻ ഗാസയിലേക്ക് പോയി. എന്നാൽ ഗാസ നിവാസികൾ അവനെതിരെ നഗര കവാടങ്ങൾ അടച്ചുകളഞ്ഞു. അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കിരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഗാസ നിവാസികൾ ജൊനാഥാനോട് കേണപേക്ഷിക്കുകയും അവൻ അവരുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. അവരുടെ ഭരണാധിപന്മാരുടെ മക്കളെ ജാമ്യ തടവുകാരായി പിടിച്ച് അവൻ ജെറുസലേമിലേക്ക് അയച്ചു. ദമാസ്കസ് വരെ അവൻ രാജ്യത്തുടനീളം സഞ്ചരിച്ചു. തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചതുകൊണ്ട് വലിയൊരു സൈന്യവുമായി ദമത്രിയൂസിൻ്റെ സേനകൾ ഗലീലിയിലെ കാദശിൽ എത്തിയിട്ടുണ്ടെന്ന് ജൊനാഥാൻ കേട്ടു. സഹോദരനായ ശിമയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനായി അവൻ പുറപ്പെട്ടു. ശിമയോൻ ബേത്സൂറിന് മുൻപിൽ പാളയമടിക്കുകയും അനേക ദിവസം അതിനെതിരെ പടപൊരുതുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അവർ അപ്പോൾ സമാധാന ഉടമ്പടികൾക്കായി അപേക്ഷിക്കുകയും അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഗനസരത്തു തടാകത്തിനരികെ ജൊനാഥാനും സേനയും പാളയമടിച്ചു. അതിരാവിലെ തന്നെ അവർ ഹാസോർ സമതലത്തിലേക്ക് തിരിച്ചു. അവിടെ വച്ച് വിദേശീയ സൈന്യം അവനുമായി ഏറ്റുമുട്ടി. അവനെതിരെ മലകളിൽ അവർ കെണിയൊരുക്കിയിരുന്നു. അവർ അവനെ മുഖത്തോട് മുഖം എതിർത്തു. അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു. ജൊനാഥാനോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം പലായനം ചെയ്തു. അബ്സലോമിൻ്റെ മകൻ മത്താത്തിയാസും കാൽഫിയുടെ മകൻ യൂദാസും ഒഴികെ ആരും അവശേഷിച്ചില്ല. ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു. ജൊനാഥാൻ വസ്ത്രം കീറി തലയിൽ പൂഴി വിതറി പ്രാർത്ഥിച്ചു. അവൻ മടങ്ങിച്ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി. അവർ പലായനം ചെയ്തു. അവനെ വിട്ട് ഓടിപ്പോയവർ ഇതുകണ്ട് തിരിച്ചു വന്ന് അവനോട് ചേർന്നു. അവർ ശത്രുക്കളെ പിന്തുടർന്ന് കാദശിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവിടെ പാളയമടിക്കുകയും ചെയ്തു. വിദേശീയരിൽ 3000 പേർ അന്ന് മരിച്ചു വീണു. അനന്തരം ജൊനാഥാൻ ജെറുസലേമിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ വചനം.